ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവും ഉണക്കച്ചമീനും മുരിങ്ങാക്കോലും വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവും ഉണക്കച്ചമീനും മാത്രം വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 10 ചക്കക്കുരു ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ഒരു 2 മീഡിയം സൈസ് മുരിങ്ങാക്കോല് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങാക്കോലും രണ്ടും നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചക്കക്കുരു ഏകദേശം 4ആയിട്ട് കീറിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചക്കക്കുരു കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചക്കക്കുരു നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവിക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കൂടിയ തീയിൽ 2 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മുരിങ്ങാക്കോലൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു ചട്ടിയിലേക്ക് നമ്മൾ മുരിങ്ങാക്കോൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ ഇത് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് നമ്മൾ സെപ്പറേറ്റ് വേവിക്കുന്നത്. ഇനി ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കാനും പോകുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഈ ചക്കക്കുരു വെന്തോ എന്ന് നോക്കാം. നമുക്കിതുപോലെ ഒരു ചക്കക്കുരു എടുത്ത് ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇത് ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കണ്ട, കുറച്ച് ചക്കക്കുരുവിൻ്റെ കഷ്ണങ്ങളൊക്കെ ബാക്കി ഉണ്ടാകണം. എന്നാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ ആ ഒരു കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കണം. ഇനി ഈ ഒരു കറിയിലേക്കുള്ള അരപ്പിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ അരക്കുന്നതിൻ്റെ കൂടെ ഇതുപോലെ ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കറിക്ക് ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ തേങ്ങ അരക്കുമ്പോൾ ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ മുഴുവനായിട്ടും ഇതുപോലെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടാൻ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറിയും അത്യാവശ്യം കുറുകിയിട്ടുണ്ട്.
ചക്കക്കുരു ചേർത്തതായതുകൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇതുപോലെ താളിച്ചൊഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു മുരിങ്ങാക്കോൽ ഉണക്കച്ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ ഒരു സീസണല്ലേ, അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചക്കക്കുരു ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.